സ്വാമി സവിധത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിരവധി ഭക്തിഗാനങ്ങളുടെ ചലച്ചിത്ര ഗാനങ്ങളുടെ രചനയിലൂടെ ശ്രദ്ധേയനാണ് ശ്രീ സിജു തുറവൂർ. ഇന്ന് അദ്ദേഹമാണ് സ്വാമി സവിധത്തിൽ നമ്മളോടൊപ്പം അതിഥിയായുള്ളത്. സ്വാഗതം. നമസ്കാരം. സ്വാമി ശരണം. സ്വാമി ശരണം. അയ്യപ്പ ഭക്തിഗാനങ്ങൾ നിരവധി എഴുതിയിട്ടുണ്ട്. അതിലിപ്പോൾ ഈ വർഷം ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് യൂട്യൂബിലൂടെ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണ് വനവാസൻ എന്ന. അല്ലേ? ആ പാട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? വനവാസൻ ഈ സീസണിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത അയ്യപ്പ ഭക്തിഗാനാണ്. MC ഓഡിയോസാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. സജിതേട്ടൻ. പിന്നെ പാടിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരൻ സന്നിധാനന്ദൻ, ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയൊക്കെ വന്നു. അപ്പോൾ സന്നി ഞാനും കൂടെ ഒരുപാട് ഭക്തിഗാനങ്ങൾ ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും അങ്ങനെ ഒരു സന്നിയുടെ ഒപ്പം ഒരുമിക്കാൻ ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് രാം സുരേന്ദർ, ഇരിഞ്ഞാലക്കുടക്കാരനാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും രാം സുരേന്ദറും ഒരുമിച്ച് ഒരുപാട് പാട്ടുകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷം. ഈ പാട്ട് അത് വിഷ്വലൈസ് ചെയ്ത ആൽബമായിട്ട് വരുമ്പോൾ അതിന് കിട്ടുന്നൊരു റീച്ച് വളരെ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ വളരെ നന്നായിട്ടുണ്ട്. ഒരു ഭജനയുടെ ഒരു അയ്യപ്പൻ വിളക്കൊക്കെ നടക്കുമ്പോൾ വാഴപ്പിണ്ടി കൊണ്ട് അമ്പലമൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് ഭജന ചൊല്ലുന്നത്, അങ്ങനെയാണ് ദൃശ്യാവിഷ്കാരം. അതെ. സന്നിധാനന്ദനുമായിട്ട് പാട്ടുകൾ നിങ്ങൾ ഒന്നിച്ചൊരുക്കിയിട്ടുള്ള കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ സിജു തുറവൂരിൻ്റെയോ സന്നിധാനന്ദൻ്റെയോ അല്ലെങ്കിൽ MC ഓഡിയോസ് ആൻഡ് വീഡിയോസിൻ്റെയോ മാത്രമല്ല, ഭക്തിഗാന ചരിത്രം എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ, യൂട്യൂബിലൂടെ ഏറ്റവും കൂടുതൽ പോപ്പുലറായി മാറിയ കാസറ്റുകളിലൂടെ സീഡികളിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ളൊരു വർക്കുണ്ട്. അത് ശരണഘോഷമാണ്. ശരണഘോഷം എന്ന ആൽബം ഒരു പുതിയ ശ്രമമായിരുന്നു. ഇപ്പോഴും കെട്ടുനിറ നടക്കുമ്പോൾ, ബസ്സിൽ ശബരിമലയ്ക്ക് പോകുമ്പോൾ, അയ്യപ്പൻ വിളക്ക് നടക്കുമ്പോൾ, അത്തരത്തിലുള്ള വിശേഷ അവസരങ്ങളിലെല്ലാം ഓരോ ദിവസം രാവിലെയും വൈകിട്ടൊക്കെ അമ്പലങ്ങളിൽ അടക്കം സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ എന്ന ശരണമന്ത്രങ്ങൾ, 1000-ഓളം ശരണമന്ത്രങ്ങൾ സന്നിധാനത്തിന്റെ സ്വരത്തിൽ ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുന്ന ഒരു വലിയ അനുഭൂതിയാണ്. അതിൽ പലതും ട്രഡീഷണൽ ആയിട്ടുള്ള വരികൾ ആണ്, ഈണമാണ് എന്ന് തോന്നുമ്പോഴും അതിലും ഒരു എഴുത്ത് വലിയ രീതിയിൽ ആവശ്യം വന്നിട്ടുണ്ടാകും. വലിയൊരു റിസർച്ച് വേണ്ടി വന്ന ഒരു വർക്ക്. ഒന്ന് പറയാമോ ശരണഘോഷം? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ MC ഓഡിയോസ് സജിതേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ്, അപ്പോൾ നമുക്കിത് പല പുസ്തകങ്ങളായിട്ട് നമ്മൾ പലതും ഇതുപോലെ കണ്ടിട്ടുണ്ട്, ഈ ശരണം വിളികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിതൊരു CD ആയിട്ട് ഇറക്കിയാലോ എന്നിങ്ങനെ ചോദിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കെട്ടുനിറച്ച് നമ്മൾ ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന ഒരു ഭക്തൻ ആ യാത്ര, ആ ശരണയാത്രയുടെ അപ്പോഴുണ്ടാകുന്നൊരു ശരണം വിളിയുണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഏറ്റുവിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശരണം വിളികൾ ഇനി നമ്മൾ സ്ഥിരം പരമ്പരാഗതമായിട്ട് വിളിക്കാറുള്ള ശരണം വിളികളുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എഴുതി ചേർത്ത കുറേ ശരണം വിളികൾ അതിൻ്റെ അകത്തുണ്ട്. ക്ഷേത്രങ്ങളിലൂടെ, അതെ, ക്ഷേത്ര ദൃശ്യങ്ങളിലൂടെ നമ്മൾ പോകുന്നൊരു ഫീല്. അതിനേറ്റവും അനുയോജ്യമായ ശബ്ദമാണ് സന്നിധാനത്തിൽ. അതെ. ഹൈ പിച്ച് ടോണിൽ ഒരു ഭക്തൻ ഉള്ളു തുറന്ന് അല്ലെങ്കിൽ ഉള്ളലിഞ്ഞ് ഭഗവാന് മുമ്പിൽ സ്വയം സമർപ്പിതനായിട്ട് ഉച്ചത്തിൽ ശരണം വിളിക്കുന്ന സ്വരമാണല്ലോ. പ്രത്യേകിച്ച് സന്നിധാനത്തിന് എനിക്ക് തോന്നുന്നു നല്ല അയ്യപ്പ ഭക്തന്മാരിൽ വളരെ ഇത്രയും ഒരു ഭക്തിയുള്ള ഒരു ആത്മസമർപ്പണമുള്ളൊരു ഗായകൻ, പ്രത്യേകിച്ച് അയ്യപ്പനോട് ഭയങ്കര ഭക്തിയാണ് സന്നിധാനത്തിന്. അപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ടാകാം. സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി ഭഗവാനെ ഭഗവതി ദേവനെ സ്വാമി തിന്തകത്തോം അയ്യപ്പ തിന്തകത്തോം, അങ്ങനെ ഒരു വേരിയേഷൻസ് ഒക്കെ ഉണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു സജിതൻ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു ആ വർക്ക്. അതെ, തീർച്ചയായിട്ടും അല്ലേ, നല്ലൊരു വിഷനുള്ള ആളായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമ്മളോടൊപ്പം വേർപെട്ടോ. ഈ സമയത്ത് ഞാൻ സജിതേട്ടൻ്റെ ഓർമ്മകളാണ് നമുക്ക്. കാര്യം എന്നെ ഈ ഭക്തിഗാന രചനയിൽ എനിക്ക് ഇത്രയും അവസരങ്ങൾ തന്ന വേറൊരു നിർമ്മാതാവില്ല. അത് സിജു തുറവൂർ ഉൾപ്പെടെ ഒരുപാടധികം പേർക്ക്. അതെ, രചന, സംഗീതം, ആലാപനം, പിന്നെ ക്യാമറ വർക്ക് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഒരുപാടധികം ആളുകൾക്ക് അത് അയ്യപ്പ ഭക്തി ഗീതങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഉറപ്പായിട്ട് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും. പിന്നെ ശരണഘോഷം കഴിഞ്ഞാൽ പിന്നെ എടുത്തു പറയാവുന്ന വർക്കുകളിൽ അയ്യപ്പ തിന്തകത്വം എന്നൊരു ആൽബം അല്ലേ, എന്താണ് ആ പാട്ടിന്റെ ഒരു വിശേഷം? അത് ഇതേപോലെ തന്നെ ഈ എന്താ പറയുക, ഒരു പേട്ടതുള്ളലിൻ്റെ ഒരു അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു രീതിയിൽ എഴുതാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതും ഇതിൽ ഈ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു പാട്ടാണ്. ശബരിമല ശരണമല തന്നാനേ താനേ സ്വാമി തപസിരിക്കും പുണ്യമല, അങ്ങനെ എഴുതിയപ്പോൾ ഒരു പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളും പാടിയിരിക്കുന്നത്
ഈ ശ്രേയ, പിന്നെ ഒരു പാട്ട് സ്വാമി തിന്തകത്തോം തോം തോം, അങ്ങനെ പാട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ആൽബത്തിൽ. ഇങ്ങനെ കുറച്ച് പാട്ട് കുട്ടികളുടെ ശബ്ദത്തിലാണ് അതെല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ പ്രേക്ഷകർക്ക് പൊതുവെ അറിവിനായിട്ട് ഒരുപാട് പേർക്ക് അറിയുന്നതാണ് ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പുഷ്പ എന്ന അല്ലു അർജുൻ സിനിമയുടെ 2 ഭാഗങ്ങളിൽ ഗംഭീരമായിട്ട് മലയാളത്തിലെ അവിസ്മരണീയമായിട്ടുള്ള പാട്ടുകൾ ഒരുക്കിയ ഗാനരചയിതാവാണ് ശ്രീ സിജു തുറവൂർ. പാട്ടുകൾ പറയുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാവും. ശ്രീവല്ലി ഇപ്പൊ ഏറ്റവും അടുത്തിറങ്ങിയ പുഷ്പ 2 ഫീലിങ്സ് എന്നുള്ള പാട്ട്, മല്ലിക ബാണന്റെ അമ്പുകളോ കൺമുനത്തുമ്പുകളോ എന്നുള്ള. ശ്രീവല്ലി കണ്ണിൽ കർപ്പൂര ദീപമോ. അതെ ശ്രീവല്ലി കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ 2 ഹിറ്റ് പാട്ടുകളുടെ രചന നിർവഹിച്ചാണ്. ഫീലിങ്സ് ഒക്കെ വളരെ ഹിറ്റായി, റീസെന്റ് നല്ല ഹിറ്റായിട്ട് പോകുന്നുണ്ട്. സിനിമയിൽ അല്ലു അർജുൻ എനിക്ക് 10-18 സിനിമകൾ മലയാളത്തിൽ മൊഴിമാറ്റത്തിലൊക്കെ ഞാൻ 18 സിനിമകൾ ഇപ്പൊ അല്ലു അർജുൻ എഴുതിയിട്ടുണ്ട്. ഗാനരചന സിജു തുറവൂർ. അങ്ങനെ ശക്തമായൊരു ചലച്ചിത്ര ഗാനരചനയുടെ പശ്ചാത്തലം നിൽക്കുമ്പോൾ തന്നെ മറ്റു ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെ ഞാൻ ശരിക്കും 2000-ലാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്, ഗാനരചനയിലേക്ക്. അപ്പം അതിൽ എൻ്റെ ആദ്യത്തെ ഭക്തിഗാനം എന്ന് പറയുന്നത് മള്ളിയൂർ ശ്രീ മഹാഗണപതിയാണ്. ഗണപതിക്ക് വെക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാനെന്നും കരുതുന്നു. അപ്പോൾ ഗണപതി ഭക്തിഗാനങ്ങളിലൂടെയാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ തുറവൂർ നരസിംഹമൂർത്തി നമ്മുടെ നാട്ടിലുള്ള അവിടെ അതിൽ അങ്ങനെ എഴുതി അങ്ങനെ ഭക്തിഗാന രചനയിലേക്ക് കൂടുതൽ സജീവമായത്. മിഴിയഴക് നിറയും രാധ. അതെ അത് എനിക്ക് തോന്നുന്നു ഭക്തിയേക്കാൾ ഉപരി അതൊരു രാധാകൃഷ്ണ പ്രണയ സങ്കല്പത്തിലുള്ള ഒരു പാട്ടായിരുന്നു. കൃഷ്ണഗീതം. അതെ കൃഷ്ണഗീതം. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ കുട്ടികളുടെ ശബ്ദത്തിലൊരു ആനിമേഷൻ വിഷ്വലൈസേഷൻ അതിന് വന്നത്. നമ്മുടെ ശ്യാമ എന്ന് പറഞ്ഞിട്ടൊരു സിംഗറുണ്ട് ഇരിഞ്ഞാലക്കുട, ശ്യാമ പാടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 വെർഷനുണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അവർ 2 പാടിയിട്ടുള്ള പാട്ടാണ്. ശ്രീരാമന്റെ ദൂതൻ ഞാൻ, അതൊക്കെ ഞാൻ എഴുതിയതാണ്. അത് ഉഗ്രം പാട്ടാണ്. ലങ്കാപുരത്തിൽ മാറുമാറു സുരസേ നീയെന്ന് അല്ലേ, പോരിന് വന്നാൽ പൊടി പോരും. അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് അതിൽ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ കൃഷ്ണൻ, ഹനുമാൻ, ദേവി, മിഥില എന്ന ആൽബം. അതെ 1 അമ്പെടുത്ത്. അതെ അതും സന്നിധാനന്ദം പാടി ഏറെ ഹിറ്റായിട്ട് മാറിയ MC ഓഡിയോസ് പ്രൊഡ്യൂസ് ചെയ്ത. അതുപോലെ നമ്മുടെ രാം സുരേന്ദ്ര സംഗീതം. 1 അമ്പെടുത്ത് രാമൻ നേരമതയോ ലങ്കേശൻ രാവണന്റെ ഉള്ളിലിരുത്തിയായി വൈകാതെ വല്ലാതെ മോഹമുണർന്ന് മൈഥിലിയെ കെട്ടതുകൊണ്ട് എന്തെല്ലാം പുകില് വന്നെന്റെ കൈലാസം. അതായത് രാവണന് ഉണ്ടാകുന്നൊരു അതറിയോ ഞാൻ പറയുന്നത്. ഇപ്പോഴും ടെലിവിഷൻ ചാനലുകളിൽ ഈ ലോക്കൽ കേബിൾ നെറ്റ്വർക്ക് ഉൾപ്പെടെ ഡെയിലി രാവിലെയും വൈകിട്ടൊക്കെയുള്ള മോർണിംഗ് ഈ ഡിവോഷണൽ ബാൻഡ്സിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കടന്നുപോയത് ഈ തൃശ്ശൂര് പാലക്കാട് ഏരിയയിലൊക്കെ ഈ ഓണക്കളി എന്ന് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പാട്ടാണ് എനിക്ക് തോന്നുന്നത്. രാമേട്ടന്റെ മ്യൂസിക്. പിന്നെ സൗമിത്രേ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട്. മിഥില, സരയു, അതൊക്കെ ഹിറ്റ്. അത് ആ മിഥിലേ എന്ന് പറഞ്ഞ ആൽബത്തിലുള്ളതാണ്. സൗമിത്രേ നീയാണല്ലോ എന്റെ ദൈവം, ലക്ഷ്മണ ഭഗവാനെ കുറിച്ചുള്ള. അതിപ്പോ നാലമ്പലം കോൺസെപ്റ്റിലോ. അതെ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ആൽബം തന്നെ ഉണ്ടായ. ഒരു കർക്കിടക മാസത്തില് തിരിച്ച് അയ്യപ്പ ഭക്തിഗാനങ്ങളിലേക്ക് വരുമ്പോൾ ചില പാട്ടുകളിൽ ഉള്ളൊരു നോവ്, അഥവാ നൊമ്പരം. അപ്പോൾ അയ്യപ്പ ഭക്തി മനസ്സിൽ നിറഞ്ഞുകൊണ്ട് ഉള്ളിലെ സങ്കടമെല്ലാം പ്രാർത്ഥനയായിട്ട് സംഗീതമായിട്ട് സമർപ്പിക്കുന്നതിൽ വൈക്കം വിജയലക്ഷ്മി പാടിയ സിജു തുറവൂർ എഴുതിയൊരു പാട്ട് വളരെ ശ്രദ്ധേയമാണ്. ആ പാട്ടിനെ കുറിച്ച് ഒന്ന് പറയണം. ആ പാട്ട് കഴിഞ്ഞ വർഷം അയ്യപ്പ ഭക്തിഗാനത്തിൽ എൻ്റെതായിട്ട് ഇറങ്ങിയൊരു പാട്ടായിരുന്നു. അപ്പോൾ വൈക്കം വിജയലക്ഷ്മി പാടി. അത് നിർമ്മിച്ചിരിക്കുന്നത് രാഗസുധ, സുധാരൻ ചേട്ടനും സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണ്. കുറച്ച് പേരുണ്ടായിരുന്നവർ. അപ്പോൾ വളരെ എനിക്ക് ഭയങ്കര ആത്മസംതൃപ്തി തന്നൊരു വർക്കായിരുന്നു അത്. എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളികപ്പുറത്തമ്മയുടെ ഒരു ആത്മനൊമ്പരമുണ്ടല്ലോ, എപ്പോഴും അയ്യപ്പനെ കാത്തിരിക്കുന്ന, ഓരോ വർഷവും എനിക്ക് കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരു നൊമ്പരമുണ്ട്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള വോയിസ് ആണ്. അതെ നന്നായിട്ട് നല്ല ഫീൽ ചെയ്ത് പാടിയിട്ടുണ്ട്. കാത്തിരിക്കാൻ ഞാൻ മണികണ്ഠസ്വാമി, താമരപ്പുമുഖം കാണാൻ, ആ താരകത്തിരിമിഴി കാണാൻ, ഉൾക്കണ്ണു കൊണ്ടെന്നും കണ്ടു വണങ്ങിയിടും. അതായത് കാഴ്ച ഇല്ലല്ലോ. അപ്പോൾ അതായത് ആ ഗായികയുടെ ആ ഒരു വീക്ഷണത്തിൽ ഒന്നുകൂടെ പറയൂ. അല്ല, അതങ്ങനെ ഒറ്റ പാട്ടായിട്ട് മാത്രമേ. കാത്തിരിക്കാം ഞാൻ അല്ലെ, മണികണ്ഠ സ്വാമിയെ, വൈക്കം വിജയലക്ഷ്മി. ആ പാട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭൂതിയാണ് പറയുന്നത്. അത് വളരെ ഹൃദയം നിറയ്ക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേ മെയിൽ വേർഷൻ ആ പാട്ട്
ഒരു പക്ഷെ പാടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ എനിക്ക് തോന്നിയൊരു ആഗ്രഹമാണ് അത് വിദ്യാധരൻ മാഷ് പാടണമെന്ന് തോന്നി. കാരണം വിദ്യാധരൻ മാഷ് പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണല്ലോ, അതിലൊരു ഒരു നൊമ്പരം, ഒരു നോവ് എപ്പോഴും ഉണ്ട്. അത്ര മനോഹരമായിട്ടാണ് വൈക്കം വിജയലക്ഷ്മി പാടിയിരിക്കുന്നത്. അതെ, ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം ഹിറ്റായിട്ടുള്ള കുറെ പാട്ടുകളാണല്ലോ. ആദ്യകാല രചനകളിൽ എടുത്തു പറയാവുന്ന പെട്ടെന്ന് ഓർക്കുന്ന ഏതൊക്കെയാണ്? ആദ്യ കാലത്ത് പന്തളത്തുണ്ണി അല്ലേ എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു, പന്തളത്തുണ്ണി അല്ലേ. പിന്നെ അത് പാടിയിരിക്കുന്നത് അത് വിജേഷ് ഗോപാൽ പാടിയത്. അജിത് തുമ്പപ്പം ഞങ്ങൾ ഒരുമിച്ച് കുറെ വർക്കുകൾ എൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അതെ ഒരു നാടൻ ശൈലിയിലുള്ള ഈണം അങ്ങനെ. പിന്നെ വിധു പ്രതാപ് മാമല എന്ന ആൽബത്തിൽ അത് 9 പാട്ടുകളുണ്ടായിരുന്നു അതിൽ. അത് 9 പാട്ടും വിധു തന്നെ പാടിയത്. ഒരുപാടുണ്ട് പറയാൻ. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇനി ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ. ഓരോ എഴുത്തും വലിയ വിജയത്തിലേക്ക് എത്തട്ടെ. എല്ലാ പ്രാർത്ഥനകളും. സ്വാമി ശരണം. സ്വാമി ശരണം.